up in Maine, your hair dancing with the wind. Thought our love would last a lifetime, just that hopeful kind of kid. Though the tears drowned out the flame, I still think about your lips. You seem like the kind of girl that I might always miss. I would drive across the country if you would tell me that you want me. 'Cause I'm still wrestling with the words, came so easy out your mouth when you looked at me and said, I hope it all works out. Crowded, sold out room. Close my eyes and see your face, 'cause these songs are all for you. Oh, I thought you'd be here with me, be a part of this old dream. Told me to enjoy the journey, now it's just a lonely street. I would drive across the country if you would tell me that you want me. 'Cause I'm still wrestling with the words, it all works out. I still find it to be true, it's something I regret, that I always want the things in life that I can never get. Now the days are filled with guilt, it sends chills along my back. You might fall along the wayside, be a person of my past. I would drive across the country if you would tell me that you want me. 'Cause I'm still wrestling with the words, came so easy out your mouth when you looked at me and said, I hope it all works out. These are the days where moments are made. Now won't wait, we're born to fly. The world is ours, let's eclipse the stars and make it shine. Now's the time. Today's the day. Now's the time for all our dreams to come alive. Today's the day to see the world in a whole new light. Now's the time. Now's the time. Now's the time. Now's the time. Time. Today's the day. Now's the time. Now's the time. Now's the time. Time. Now's the time. Now's the time. We hung the moon and made mountains move. We climbed the top of highest heights. We can do anything now, we open our wings. We're catching flight. Now's the time. Today's the day. Now's the time for all our dreams to come alive. Today's the day to see the world in
for all our dreams to come alive. Today's the day to see the world in സമർപ്പിക്കുന്നേ നിന്മജനത്താൽ എന്നെ കഴുകേണമേ നിന്റെ ഹിതം പോലെ നടത്തണമേ ശുദ്ധാത്മാവിനാൽ. പ്രിയപ്പെട്ടവരെ, ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവാഹത്തിൻ്റെതായ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട ബിജു അച്ഛനും ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട സാബു അച്ഛനും ഈ ശുശ്രൂഷയ്ക്ക് നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഈ ശുശ്രൂഷ തീരുന്നവരെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം. ഈ വിവാഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ അവർക്കൊരു പുതിയ അനുഭവമാണ്. ഈ ശുശ്രൂഷ ഒരു അനുതാപത്തിൻ്റെ ശുശ്രൂഷയായിട്ടാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളതും ഇത് സഭ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യം. ഈ വിവാഹത്തിൽ മോതിരവാഴ്വിൻ്റെയോ കിരീടവാഴ്വിൻ്റെയോ ശുശ്രൂഷ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ ആഗ്രഹപ്രകാരം മോതിരങ്ങൾ ഇപ്പോൾ നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് കൈമാറാം. കാരണം അതൊരു സന്തോഷമല്ലേ. വിവാഹ നിശ്ചയത്തിൻ്റെ ഒരു മോതിരം ഇപ്പോൾ നിങ്ങൾ പരസ്പരം കൈമാറും. അതിനുശേഷം നമ്മൾ വിവാഹത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കും. അപ്പോൾ ഈ പ്രിയപ്പെട്ട മക്കൾ, പ്രിയപ്പെട്ട അച്ഛന്മാരുടെ അനുവാദത്തോടെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ പ്രിയപ്പെട്ട മക്കൾ ഈ റിങ്ങ് കൈമാറിയിട്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട പോളിന് വേണ്ടിയിട്ടും പ്രിയപ്പെട്ട ആനിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയുടെ പരമമായ ലക്ഷ്യം ദൈവത്തിൻ്റെ കരുണ ഈ പ്രിയപ്പെട്ട മക്കളുടെ മേലുണ്ടാകുവാനും ഇവരുടെ ജീവിതം അനുഗ്രഹമുള്ളതായി തീരുവാനും ദൈവം ഇവരുടെ മേൽ ഇടപെടുവാനും തക്കവണ്ണം നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയപ്പെട്ട വൈദികരോട് ചേർന്ന് നിങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുക. ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധരുമായ സത്യമുള്ള തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആകാശവും ഭൂമിയും അറിയപ്പെട്ടിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ ഒരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാവും ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ശുദ്ധമുള്ളതിനെ മറുത്തവരെയുമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് ദൈവതമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിന് പ്രകാരം എന്റെ പാപങ്ങളെ വായിച്ചു കളയണമേ. എന്റെ പാപങ്ങൾ എന്നെ വെളിവാക്കണമേ. എന്തെന്നാൽ അത് കൃപ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്റെ പാപങ്ങൾ പോലും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പേ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനം നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിന് ഗർഭം ധരിക്കുകയും ചെയ്തു. നീതി ഇഷ്ടപ്പെട്ടോ. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യം അറിയിച്ചു. നിന്റെ സ്വഭാവം എന്റെ അമ്മയെ തെളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ വെണ്മയാക്കണം. ഉച്ചമഞ്ഞേക്കാൻ ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷം കൂടെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികളെ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, വെളിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ത്രീയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുവാക്കണമേ. നിന്റെ തിരുമിനെ തള്ളിക്കളയരുത്. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. എന്നാലോ നിന്റെ ആനന്ദ രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിന് താങ്ങുമോറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരൻ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്കിലേക്ക് തിരികെയും ചെയ്യും. രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരങ്ങൾ തുറന്നിരണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലിയണി നിരമനസ്സായില്ല, ഹോമോയിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ പരിഗണന താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ഊസ്ലേമിന്റെ മതികൾ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ആ ബലികളിലും ഹോമം നിരട്ടപ്പെടും. അപ്പോൾ നിർവേദനമേ കാലങ്ങൾ ബലിയായി കരയേറും. ദൈവമേ, സ്വയമാവുന്നു. വാറുകുമാറും സുബഹോല ബോല ബറോ മലരോഗോ കാദീശോ എന്നോലം വാദാമൈവോലം മീനാമീ. പാപം ചെയ്തേൻ പ്രാർത്ഥന കേട്ടൻപുടയോനെ, എൻ പിഴ പോക്കണമേ നാഥ. നിഖിലേശ കൃപ ചെയ്യെന്നിൽ. നാദാ കീണിടുന്നോരെ കാക്കുക ശിക്ഷ. ദണ്ഡത്തെ നീക്കി നാദാ നിഖിലേശ കൃപ ചെയ്യെന്നിൽ. താപാ ഇതരേറ്റോനെ നിന്ദാസരെ തിരികിടുക മുക്തി നാഥ. നിഖിലേശ കൃപ ചെയ്യെന്നിൽ. നാദാ കരുണാനിധിയേ നിൻ വാതിലിലെല്ലാം ദൈവീടടിയാർ മുട്ടും. നാദാ നിഖിലേശ കൃപ ചെയ്യെന്നിൽ. നാഥ ദേവാ ബഹുകൃപയാൽ പാപം പോക്കി ക്ഷമ നൽകിയിടണമേ നാഥ. നിഖിലേശ കൃപ ചെയ്യെന്നിൽ. പാർക്കുമോ മെൻവോലം വാദാമുൽവോലം മീനാമീ. ദേവാ സദയം ദാസരെ നീ കൈക്കൊണ്ടതിനാ നിന്ദയ സംസ്തുത്യം നാഥ. നിഖിലേശ കൃപ ചെയ്യെന്നിൽ. ലംഘനമുക്തി ലഭിച്ചവനും ഹാലേലൂയോ ഹാലേലൂയ. പാപവിമുക്തനും അതിധന്യൻ. ഹൃദയവഞ്ചനയിട്ടവരായി ഹല്ലേലൂയ ഹല്ലേലൂയ. ദോഷം ദൈവം കരുതാ തോന്നുന്നില്ല.
കരുണാസമ്പന്ന പാപക്കറകളെ നീക്കുന്നോനെ നിർമ്മല സോപ്പായാൽ വെണ്മ വരുത്തി കാരുണ്യത്താൽ കഴുകുക ഞങ്ങൾ ദോഷത്തിൻ മാലിന്യം നീക്കി ചുങ്കക്കാരനോടും പാപിനിയോടുമെന്നതുപോൽ കൃപ ചെയ്യണമേ ഞങ്ങളോടും മശിഹാ പാപികളുടെ കടഭാരം തീർത്തോനെ അനുതാപികളെ കൈക്കൊള്ളുന്നോ നീ താനല്ലോ നരകുല സംരക്ഷകന് ദയവാൽ ഞങ്ങളിൽ അൻപുണ്ടാകേണമേ എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകുന്നില്ല എന്ന് നല്ലവൻ നിത്യവും നിത്യവും ഇടവിടാതെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ എന്റെ നാദാടി ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി തീർക്കണമേ. തന്റെ ദൈവത്വം എല്ലാറ്റിലും ഉന്നതവും തന്റെ മഹനീയ കർത്തൃത്വം സകലത്തിനും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന ദൈവാദിദൈവവും കർത്താവും മറഞ്ഞിരിക്കുന്ന സ്വയംഭൂവും അദൃശ്യനായ ദൈവവും ആകാശം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായിരിക്കുന്ന ജീവനുള്ളതും ദഹിപ്പിക്കുന്നതുമായ അഗ്നിയും രാജാതിരാജാവും പ്രകാശ സ്ഥലങ്ങൾ അധിവാസ സ്ഥാനവുമായിരിക്കുന്ന മഹോന്നതനും ഉന്നതനും സ്വർഗാതിസ്വർഗം തന്റെ ആലയമായിരിക്കുന്ന അത്യുന്നതനും അദൃശ്യനുമായ കർത്താവിന് സ്തുതി. തനിക്ക് മക്കളുടെ വിവാഹത്തിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും ഇടയവനെ അടിയങ്ങൾക്കായി സ്വന്നിട്ടുള്ള നാളുകളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവോചിതവും വിശുദ്ധിക്കനുയോജ്യവുമായ സകല സുഹൃത്തുക്കളുടെയും സ്ഥാപകനും എല്ലാ വിശിഷ്ട നൽവരങ്ങൾ വിതരണം ചെയ്യുന്നവരുമായ ദൈവമേ, ദയാലുവും കാരുണ്യവാനും നീ മാത്രമാകിയാൽ ദിവ്യങ്ങളും ജീവദായികളുമായ കൃപാദാനങ്ങൾ വിതരണം ചെയ്യുവാൻ നീ സദാ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളിലും നിന്നെ കോപിപ്പിക്കുവാൻ ഇടയാക്കിയിട്ടുള്ള ഞങ്ങളുടെ ഭോഷത്വങ്ങളിലും നീ ശ്രദ്ധിച്ച ജീവനുള്ള ദൈവമായ നിന്നിൽ നിന്ന് അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ചു കളയുവാനിടയാകരുതേ. ശാശ്വതമായ നിന്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യപ്രദവും അക്ഷയവുമായ നിന്റെ നൽവരങ്ങളും സൽപ്രവർത്തികൾക്കുള്ള സന്നദ്ധതയും ഈ നിന്റെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, നിന്റെ കരുണകളും നിന്റെ സ്നേഹിതനായ അബ്രാഹാമിനോടുള്ള നിന്റെ ഉടമ്പടിയും നിന്റെ ദാസരായ യാക്കോബിന്റെ കുടുംബത്തോടുള്ള നിന്റെ വാഗ്ദാനവും ഓർത്തിട്ട് പരസ്പരം യോജിക്കുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിനക്ക് പ്രസാദം തോന്നണമേ. അനുഗ്രഹങ്ങളും ആനന്ദവും കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കണമേ. ശ്രേഷ്ഠവും പരിപൂർണവുമായ തിരുഹിതം ഇവർ അനുഷ്ഠിക്കുമാർ ഇപ്പോഴുള്ളവയെ ഇവർക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. കർത്താവേ, ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയാൽ ഈ നിന്റെ മക്കളെ ധന്യരാക്കുകയും ഇവരുടെ ജീവിതത്തിന് അത്യാവശ്യമായവ ലോപം കൂടാ നൽകുകയും ചെയ്തുകൊണ്ട് ഇവരുടെ ജീവിതത്തെ ദീർഘായുസ്സായി വർദ്ധിപ്പിക്കുകയും എന്റെ വലത്തുഭാഗത്തുള്ള ആനന്ദങ്ങൾ അനുഭവിപ്പാനിടയാക്കുകയും ചെയ്യണമേ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ബന്ധവും മനസ്സിന്റെ യോജിപ്പോടുകൂടി ഐക്യവും പരസ്പരമുള്ള ആത്മയോജിപ്പും ആശ്വാസവും ഐശ്വര്യമുള്ള കാലങ്ങളും ഈ നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ദുഃഖകരമായ സർവത്തിൽ നിന്നും ഇക്കാലത്തുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും സൽക്കർമ്മങ്ങൾ മൂലം വന്നുകൂടുന്ന സകലത്തിൽ നിന്നും വിദൂരമായ ആനന്ദവും സ്ഥായിയായ നന്മ പ്രവർത്തികളാലുള്ള മനോധൈര്യവും ഇവർക്ക് നൽകണമേ. ഇവരുടെ രക്ഷയും കാവലും ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷയും മൂലം തിരുമുഖം ഇവരിൽ നിന്ന് തിരിച്ചു കളയരുതേ. നിന്റെ കരുണയുടെ ശ്രീഭണ്ഡാരവാതിൽക്കൽ നിന്നായി ഇവർ വ്യർത്ഥരായി പിരിഞ്ഞു പോകുവാൻ ഇവിടെയാകരുതേ. എന്തെന്നാൽ നീ ഞങ്ങളുടെ ദൈവമാകുന്നുവല്ലയോ. നീ ഒഴികെ വേറൊരുവൻ ഞങ്ങൾ അറിയുന്നുമില്ല. തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. ആകയാൽ നിന്റെ ശക്തിയെ ഉണർത്തി
ഞങ്ങളുടെ സഹായത്തിന് വന്നു ചേരണമേ. തിരുനാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ജനത്തിന്റെ നിലയെ ഉയർത്തണമേ. എന്നാൽ സകലത്തെയും വഹിച്ചിരിക്കുന്നതായ ശക്തി നിന്നിൽ നിന്നും നീ മുഖാന്തരമുള്ളതാകുന്നു. ഞങ്ങളുടെ സംരക്ഷണം നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, എല്ലാ സൗഭാഗ്യങ്ങളും നിറവുള്ളതായ സകല നൽവരങ്ങൾ നൽകപ്പെടുന്നത് നിങ്ങൾ നിന്നാണല്ലോ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഹോശോ വബുകുലേസ് പാലോൽമീൻ ബാറക് മോർമെനാലോ ഹോനകാബേൽ ഉസോയോദ് ഹൗബേ വലിഷ്ബുക്കോനോ ദതോയെ ബത്രായിഹൂൻ ഒൽമേലോലം ജനകാത്മജവിമലാത്മാവെ ഞങ്ങളോടേൽക്കും ദുഷ്ടാത്മപ്പടയിൽ ഞങ്ങൾക്കാവുക മന്മതിലും ശരണമതും നീ. സത്തമരെ തിരയും നേരം കരുണാച്ചിറകിൽ ചേർക്കുക ഞങ്ങളെ നീ. മുറിയുറാഹിൻ മേലേലോ ആധാരേ. കർത്താവേ, നിന്നാലും നീ മുഖാന്തരവും ഈ നിന്റെ ദാസർ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവരെ ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ കൃപയാൽ ഇവരുടെ ബന്ധത്തെ അനുഗ്രഹിക്കുകയും ഇവരുടെ ശിരസ്സു മുകളിൽ അനുഗ്രഹമുണ്ടാവുകയും ചെയ്യണമേ. നിന്റെ സ്ലീബായാൽ ഇവരെ കാത്തുകൊള്ളണമേ. ഇവരിൽ സമാധാനവും ശാന്തിയും ഉണ്ടായിരിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും നൽകി പൂർത്തിയാക്കുന്നവനായ നിനക്ക് ആയുഷ്കാലം മുഴുവനും ഇവർ സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ ആമീൻ. മാധവരിക തുണപ്പ വിളികൂട്ടുന്നു പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം ദൈവാ. കടുവിധി ചെറിയോനെ നീ അന്യൻ മാറിൽ കാണിക്കുക നീ നിൻ പ്രതികാരം ഒന്നായി. യോഗ്യതയില്ലെന്നാലും കൃപയാ നീ സൃഷ്ടിച്ചുദീനൻ വാഴ്ത്തട്ടില്ലായ്മയതിൽ സൃഷ്ടിച്ചോനെ സർവം കേട്ടിട്ട അഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ വിവാഹത്തിൻ്റെ ശുശ്രൂഷ 2 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്നാമത്തെ ഘട്ടം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ പ്രിയപ്പെട്ട കുടുംബത്തോടുള്ള വലിയ സ്നേഹത്തെ പ്രതി പ്രിയപ്പെട്ട ബിജു അച്ഛൻ, അദ്ദേഹം കോഴിക്കോട് നിന്ന് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം മിഷൻ ചർച്ചിൻ്റെ അമല ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണെന്നാണ് മനസ്സിലാക്കുന്നത്. അച്ഛനെ ഞാനിവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടതേ ഉള്ളൂ, എനിക്കതിൽ കൂടുതൽ പരിചയമില്ല. പക്ഷേ ഈ പ്രിയപ്പെട്ട ആനിൻ്റെ കുടുംബവുമായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ വലിയ സ്നേഹവും ബന്ധവും ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആയിത്തീരുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നിങ്ങൾക്ക്
ഈ വിവാഹത്തിൻ്റെ ഒരു നല്ലൊരു സന്ദേശം നൽകാൻ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു സന്ദേശം നൽകി അനുഗ്രഹിക്കും. സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, എൻ്റെ വിവാഹിതരാകുന്ന പ്രിയപ്പെട്ട പോൾ, ആൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ളവരെ, വലിയ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലാണ് നമ്മളായിരിക്കുക. പോളിൻ്റെയും ആനിൻ്റെയും വിവാഹം നടക്കുകയാണ്. കർത്താവ് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല, അവന് ചേർന്നിണയെ ഞാൻ നൽകും. ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് പോളിന് ചേർന്ന ഒരു ഇണയെ, തുണയെ കർത്താവ് നൽകുകയാണ് ആനിനെ. അതോടൊപ്പം ആനിന് ചേർന്ന ഒരു ഇണയും തുണയുമായിട്ട് പോളിനെയും നൽകുകയാണ് ദൈവം. ദൈവമാണ് വിവാഹ ജീവിതത്തിൽ ഒന്നിപ്പിക്കുന്നതെന്നാണല്ലോ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുക പരസ്പരം സ്നേഹിക്കാനും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാനുമുള്ള ഒരു ദൈവവിളിയാണിത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പരം സ്നേഹിക്കുക. ആ സ്നേഹത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ സാധിക്കുന്നത്. ഇന്ന് വിവാഹിതരാകുമ്പോൾ പോളിനും ആനിനും എല്ലാം മറന്ന് പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനുള്ള കൃപ യോജിപ്പിക്കുന്ന ദൈവം നൽകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വചനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യർക്കും സന്തോഷം തരുന്ന 3 കാര്യങ്ങളെക്കുറിച്ച്. ഒന്നാമത്തെ കാര്യം സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്. രണ്ടാമത്തെ കാര്യം അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. അതെ, ലയം എന്ന് പറയുന്നത് ഒന്നിച്ചു ചേരുന്നത്. നമുക്കറിയാം, ഒരു ഗ്ലാസ്സിൽ നമ്മൾ പഞ്ചസാര കലർത്തിയാൽ അത് ലയിച്ചു ചേരും, ഒന്നായിത്തീരും. ഇതുപോലെ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, അത് ദൈവത്തിനും മനുഷ്യർക്കും സന്തോഷം തരുന്നതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. പോളിനും ആനിനും പരസ്പരം നല്ല ലയത്തോടുകൂടെ ലയിച്ച് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ വിവാഹത്തിലൂടെ 2 ദേശത്തുള്ള 2 കുടുംബങ്ങൾ തമ്മിൽ ബന്ധുക്കളായി മാറുകയാണ്, അവർ വീട്ടുകാരായി മാറുകയാണ്. നമുക്കറിയാം, ഈ മേക്കാടുള്ള പോളിൻ്റെ കുടുംബവും കണ്ണൂരുള്ള ആനിൻ്റെ കുടുംബവും ഇന്നു മുതൽ ബന്ധുക്കളായി മാറുകയാണ്. ഒരുപക്ഷെ 1 മാസം മുമ്പ് പോളിൻ്റെ അപ്പച്ചന് ഒരു പല്ലുവേദന വന്നാൽ ആന് ഒരു ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട്, മാഡം എൻ്റെ പല്ലിന് വേദനയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പക്ഷേ ഇന്നു മുതൽ പോളിൻ്റെ അപ്പച്ചൻ ചോദിക്കും, മോളെ എനിക്ക് പല്ലുവേദനയാണ്, റൂട്ട് കനാൽ ചെയ്യണോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഒരു വലിയ ആഴമായ അടുപ്പത്തിലേക്ക് വരികയാണ്. അതോടൊപ്പം പോള് ആനിൻ്റെ അപ്പച്ചൻ നമുക്കറിയാം ISROയിൽ സയൻറ്റിസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ണൂരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ബാംഗ്ലൂരത്തെ കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കും, ഷാജി സാറേ ISROയിലെ ചന്ദ്രയാൻ എങ്ങനെയാണ് പൊന്തിയത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇന്നു മുതൽ പോളിന് ഷാജി സാറെന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഡാഡി അല്ലെങ്കിൽ അപ്പച്ച എങ്ങനെയാണ് ചന്ദ്രയാൻ്റെ പ്രവർത്തനമൊക്കെ ആയിരുന്നത് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ വലിയൊരു ബന്ധം 2 കുടുംബങ്ങൾക്കുള്ളിൽ വരികയാണ്. തീർച്ചയായിട്ടും ദൈവം ഒരുക്കുന്ന, ദൈവം യോജിപ്പിക്കുന്ന ഈ വിവാഹ ബന്ധത്തിലൂടെ കൂടുതൽ ദൈവാനുഗ്രഹം ഇവർക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു സന്തോഷപ്രദമായ കുടുംബജീവിതം നിങ്ങൾക്ക് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾ യോജിപ്പിക്കുന്ന ദൈവം അതിനെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് ഇനിയും ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളേക്കാൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ചില നന്മകളുണ്ട്. നമുക്ക് ചിലത് മറക്കാനും ചിലത് അതിൽ നിന്ന് പഠിക്കാനും. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയാമോ? നമുക്ക് ചില കാര്യങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. അതാണ് മക്കളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആർക്കുമില്ലാത്ത വലിയൊരു പാഠം. മക്കൾക്ക് ഇന്നു മുതൽ ഒരു പുതിയ തുടക്കമാകുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ
കഴിഞ്ഞതിനെ മറക്കാനും. ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ ഇനി എനിക്ക് ലോകത്തോട് പറയാനുള്ളതെന്ന് ചോദിച്ച് പറയുമ്പോൾ ഇതും കടന്നു പോകുമെന്നുള്ളതായ വലിയ സന്ദേശമാണ് നമുക്ക് പറയാനുള്ളത്. മക്കളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതിനെ മറന്ന് പുതിയനെ സാംശീകരിച്ച് ലയിച്ച് ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഇപ്പോൾ ഉള്ളൊരു സങ്കടത്തിൻ്റെ ഭാവത്തേക്കാൾ ഉപരി അവർക്കൊരു സന്തോഷത്തിൻ്റെ സങ്കടമാണ് അവരുടെ മുഖത്തുള്ളത്. അപ്പോൾ അത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് തന്നെ തരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരട്ടെ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് മക്കളുടെ ജീവിതം ഏറ്റവും നന്മയുള്ളതായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. Shbole bole proval ruho kadisho ദൈവമേ, സകലവിധമായ പാപകറകളിൽ നിന്നും അനുതാപവും കണ്ണീരും വഴിയായി ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, ആയുഷ്കാലം മുഴുവനും വിജയകരമായ ഉത്തമ ജീവിതം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഓരൻ വാലോഹവന്മേ പാപങ്ങൾ തിരുമുൻപാകെ ഞാൻ ചുമർത്തിക്കുന്നേ. നാഥാ കൃപ ചെയ്യുക. ദോഷം ഞാൻ ചെയ്തേ, മൂഢത കാണിച്ചേ, കൽപ്പന ലംഘിച്ചേ, കൃപ ചെയ്തിടണമേ. വീണേ കർത്താവേ, താങ്ങിടിപ്പിക്കാം. വീഴ്ച ഭവിച്ചവരെ എഴുന്നേൽപ്പിപ്പോൻ നീ. ഗുണജീവനാഥാ, വിവശത നീക്കണമേ. രാപ്പകലിന്നഭയം നീ തന്നെ നാഥാ. ദോഷിണി തൻ ദോഷം മോചിച്ചെന്നോണം ഞങ്ങളുടെ ദോഷങ്ങൾ നീക്കി കൃപ ചെയ്യുക. ബാരക്കുമോ Shbole bole proval ruho kadisho മെൻവോലം വാദാ മുൽവോലം മീനാമി. കേഴിൻ കേൾക്കും ഞാൻ, മുട്ടുവിനേറ്റും ഞാൻ. ചോദിപ്പിൻ തരുമെൻ നരുളിയവൻ സ്തുത്യൻ. കുരിയലായിസോ Aragmor salekulan rahmewanon men morio nabim morio rahmono rahmele nuadarin dashvoto davdi sedro kolos varabromo to bodlo botela minois bakulesban mamukulledo nestvednase. നിങ്ങൾ പ്രവേശിക്കുന്ന സകല ഭവനങ്ങൾക്കും സമാധാനം ആശംസിപ്പീനെന്ന് തിരുവായി പൊഴിഞ്ഞവനായ കർത്താവായ യേശുമിശിഹാ നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ സമാധാനവും ഐക്യവും ഇവരുടെ ഭവനത്തിലുണ്ടാകുമാറാകണമേ. എല്ലാവിധ നാശങ്ങളിൽ നിന്നും ഇവരുടെ വാതിൽപ്പടികൾക്ക് നീ മുദ്രയിടണമേ. സകലവിധ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. ഇവരോടൊപ്പം വസിക്കുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ. സകലവിധ തെറ്റുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ഭവനത്തിലെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ തിരിച്ചു വരുത്തുകയും രോഗികളെ സന്ദർശിക്കുകയും പരേതർക്ക് ബാബൂരികാരം നൽകുകയും ചെയ്യണമേ. ഇവരുടെ ഭവനത്തിൽ നിവസിക്കുന്നവരെ നീ സത്യവും
നിന്നിലുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദയവും കൊണ്ട് നിറയ്ക്കണമേ. ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും കർത്താവേ, അടിയങ്ങൾക്ക് ആയുസ്സുള്ള നാളുകളെല്ലാം സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബക്കുലഹോനിയാമോ സ്വതഹായ അഗ്നിയായ ദൈവം പരിശുദ്ധ തൃത്വത്തിൻ്റെ ദൃഷ്ടാന്തത്തിൽ തൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ അടുത്ത് ചെന്നു. അവിടുന്ന് തൻ്റെ ബഹുമാനതയുടെ ഔന്നത്യത്തിൽ നിറങ്ങി വന്ന് വൃക്ഷത്തണിൽ വിശ്രമിച്ചു. പർദീസായിലെ വൃക്ഷങ്ങളെ നട്ടവൻ ഒരു ദരിദ്രനെ പോലെ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കിയിരിക്കുന്നവൻ ഒരു നിസ്സാരനെ പോലെ അബ്രഹാമിൻ്റെ അടുത്ത് ചെന്നു. മാലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിവില്ലാത്തവനായ ദൈവത്തെ അബ്രഹാം കണ്ടു ഓടിച്ചെന്ന് തിരുമുമ്പാകെ വന്നിക്കുകയും, കർത്താവെ, അവിടുത്തെ ദയാദൃഷ്ടി എന്നിലുണ്ടെങ്കിൽ അവിടുത്തെ ദാസരെ വിട്ടുപോകരുതേ. അല്പം വെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊള്ളട്ടെ. വൃക്ഷത്തിൻ്റെ കീഴിൽ വിശ്രമിച്ച് അപ്പകഷ്ണങ്ങൾ എടുത്ത് ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ഈ ദാസൻ്റെ അടുത്തുകൂടി കടന്നു പോകുവാൻ ഇടയായല്ലോ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അവിടുത്തെ മഹനീയതയ്ക്ക് അത് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സോദാസനായ അബ്രാഹാം വിളമ്പിക്കൊടുത്തവ വിസ്മയകരമാം വിധം ഭക്ഷിക്കുകയും അവനെയും ഭാര്യയായ സാറയെയും അവൻ്റെ സമ്പാദ്യങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ, തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധവും മൂലം ഈ നിന്റെ ദാസരുടെ ഭവനത്തെയും സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ. അതിൽ സംതൃപ്തിയും അനുഗ്രഹവും ഉണ്ടാകണമേ. വിരുന്നുകാർക്ക് ആനന്ദവും തോഴന്മാർക്ക് സമാധാനവും ശാന്തിയും മണവാളനും മണവാട്ടിക്കും മഹത്വ കിരീടങ്ങളും നൽകണമേ. ഏകജാതനും വചനവുമായ ദൈവം ഗലീലായിലെ കൊത്തിനെ പട്ടണത്തിൽ വച്ച് കൈനീട്ടി വെള്ളമിരിക്കുന്ന പാത്രങ്ങളെ അനുഗ്രഹിക്കുകയും അത് മേൽത്തരം വീഞ്ഞായി തീരുകയും ചെയ്ത പ്രകാരം ഇവരുടെ ഭവനവും അനുഗ്രഹിക്കപ്പെടുകയും ഇവർ നിഷ്കപട സ്നേഹമുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. നാം പിതാവിനും പുത്രനും പരിശുദ്ധരോഗായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റണം. ഹോശോ അബ്കുലേസ്ബാൽമേ Menalogon kabelo soy duavesh mukono datohi batrehun olmelolem olmi. അത് വാഴ്ത്തപ്പെടണം.
മേലേനുവാദാറേ. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന ഏതു ഭവനവും എന്നെയാകുന്നു സ്വീകരിക്കുന്നതെന്ന് തൻ്റെ പരിശുദ്ധ ശിഷ്യന്മാരോട് അരുളി ചെയ്തവനായ മിശിഹ തമ്പുരാനെ, നിന്റെ ആരാധകരുടെ ഭവനത്തെ അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധ നാമം മൂലം നിന്റെ ഈ ദാസരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷവും ആനന്ദവും നിറഞ്ഞ പ്രസന്ന മുഖങ്ങളോടുകൂടെ നിന്നിൽ നിന്ന് രണ്ട് ലോകങ്ങളിലും നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ ഇവർക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഓശോ ആമീൻ. ശുഭചിഹ്നം താ ശ്രീബാ വിജയ കൊടിതാ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായി പുകഴും ശുഭചിഹ്നം താ ശ്രീബാ വിജയ കൊടിതാ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായി പുകഴും ശുഭചിഹ്നം താ ശ്രീബാ വിജയ കൊടിതാ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായി പുകഴും ശുഭചിഹ്നം താ ശ്രീബാ വിജയ കൊടിതാ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായി പുകഴും ശുഭചിഹ്നം താ ശ്രീബാ വിജയ കൊടിതാ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായി പുകഴും ആർദ്രത തോന്നണമേ നാഥ, ഈ കർമ്മം കൈക്കൊള്ളണമേ. മോചനവും കൃപയും വാഴ്വും നിന്നറൈ നേകിയിടണമേ. മോദ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഗണപടാദ്യമായ സാലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഗോത്രനും സർവലോകവും പിതാവിൽ നിന്നും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പുണ്യോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുവായിലും കാതോലിയവും സ്ലേഹവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേ ലൊയ്യായോ ഹാലേ ലൊയ്യ നിൻ വലഭാഗേ രാജഭാമിനിയം നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയായോ ഹാലേലൂയ നിൻ ജനമോർക്കായി പിതൃഗ്രഹവും പാർക്കുമോ ഓല ഓല ഗുരുവല റൂഹോ കാദീശോ മെന്നോലം നാദാമിൽ ഓലം ഗുൽമീനാമി സർവകഴ്ച വാചനമേ നിന്നുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അനിവായ്പൻ പക്കലപേക്ഷയണക്കേണം സ്തോമെത്താലോ സ്കുരിയേലായിസോ അറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട പാർക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമി ഉയരും നോയാറിൽ സുഖപരിമളധൂപം മൊറിയോറാഹി മേലൈനു ആധാരേ തേടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിലാഗ്രത തോന്നിയിടാൻ ഏകാത്മജനോടർത്തിക്കാം ദൈവാത്മന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ ഓല ഓല ബറോവല റൂഹോ കാദീശോ മെന്നോലം നാദാമിയോലം വൈമീനാമി ഒരുപോലെങ്കും മോറികനാത്തിയോ ഉണ്ടേന്മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സ്തോമെന്താലോസ് കുറിയേലായിസോ ഭാഗ്യം നബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാരദിനെ പാർക്കുമോ ശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ
വാളച്ചിറകുകൾ പൂണ്ടുന്നത പാദമേറി മുറിയോറാഹി മേലൈനുവാദാരേ ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ. പ്രിയപ്പെട്ടവരെ, വിവാഹത്തിൻ്റെ ശുശ്രൂഷയോടെ പൂർത്തീകരിക്കപ്പെടുകയാണ് മക്കളെ. ആശീർവാദത്തോടുകൂടെ ഈ വിവാഹം പൂർത്തീകരിച്ച് നിങ്ങൾ സൈൻ ചെയ്താൽ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കും. നമ്മുടെ ഇവിടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഇവിടെ ബാക്കിലുണ്ട്. അദ്ദേഹം നിങ്ങളെല്ലാവരും അറിയുന്ന, ഈ കേരളം മുഴുവൻ അറിയുന്ന ഒരു പ്രോമിനൻറ്റ് ഫിഗറാണ്. സാറേ പ്ലീസ്. അദ്ദേഹം മക്കൾക്ക് ഒരു ആശംസ നേരാനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു ആശംസ അറിയിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. അതിനുശേഷം ആശീർവാദം, അതോടുകൂടെ ഈ ചടങ്ങുകൾ അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, പോളിൻ്റെ കുടുംബവുമായിട്ട് 3 തലമുറയുള്ള ബന്ധം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് വർഗീസ് പോൾ എൻ്റെ സുഹൃത്താണ്. എൻ്റെ ഒരു കൊല്ലം സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാണ്. വർഗീസ് പോളിൻ്റെ പിതാവ് പൗലോസ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അധ്യാപകനായിരുന്നു. അത് മാത്രമല്ല, വർഗീസ് പോളിൻ്റെ മാതുലൻ പ്രസിദ്ധനായ ഹെഡ് മാസ്റ്റർ തരിയൻ ഓറപ്പിസ്കോപ്പ. ഇവരുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. ഇവരുടെ വിവാഹബന്ധം വിജയകരമാകട്ടെ, സന്തോഷം നിറഞ്ഞാകട്ടെ, സ്നേഹമുള്ളതാകട്ടെ എന്ന് ആശംസിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. സ്നേഹം, വിശ്വാസം, പ്രത്യാശ, ഇത് 3 എക്കാലവും നിലനിൽക്കും. ഏറ്റവും മധുരമായത് സ്നേഹം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ സന്തോഷമുള്ള കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാറേ, താങ്ക് യു. പ്രിയപ്പെട്ട ഈ മക്കൾക്ക് ഇവിടെ കടന്നു വന്ന് ഒരു സന്ദേശം നൽകി ഒരു ആശംസ നേർന്ന പ്രിയപ്പെട്ട സാറിനോടും പ്രിയപ്പെട്ട ബിജു അച്ഛൻ, അദ്ദേഹം വളരെ പ്രയാസം സഹിച്ചിട്ടാണ് വളരെ നേരത്തെ ഇവിടെ എത്തിയത്. പ്രിയപ്പെട്ട സാബു അച്ഛൻ ഈ കുടുംബത്തെ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ട സാബു അച്ഛൻ. അദ്ദേഹം ഈ കുടുംബങ്ങളോടുള്ള വലിയ സ്നേഹത്തെ പ്രതിയാണ് ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട ഗായ സംഘത്തിലെ പ്രിയപ്പെട്ട ആൽബർട്ടും അവിടെ പേര് മറന്നുപോയിടാം, ഒരു പ്രത്യേക പേരായതുകൊണ്ട് അത് മറന്നുപോയതാണ്. ബെറ്റ്സി എന്നല്ല, ബ്ലെക്സി എന്നാണ്. ആ പ്രിയപ്പെട്ട മക്കൾ കോതമംഗലത്ത് നിന്നാണ് കടന്നു വന്നത്. ആ പ്രിയപ്പെട്ട മക്കൾ ഈ വിവാഹ ശുശ്രൂഷ അനുഗ്രഹകരമാക്കുവാൻ വേണ്ടി കടന്നു വന്ന ആ പ്രിയപ്പെട്ട മക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ, ഈ നമ്മുടെ ചാപ്പലിൻ്റെ പ്രിയപ്പെട്ട കുര്യാക്കോസേട്ടൻ, എല്ലാവരോടുമുള്ള നന്ദി ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൂടി വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ അവസാനം വരെ സംബന്ധിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ സന്തോഷമായി സമാധാനമായി ഏറ്റവും എക്കാലവും ജീവിക്കുവാൻ ദൈവം അവസരവും ഭാഗ്യവും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ബാറക്മോർ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഏറെ കുറവുള്ളതും ബലഹീനമുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥന സിംഹാസനത്തിന് മുമ്പാ കേൾക്കപ്പെട്ടതും അംഗീകാരയോഗ്യവുമായി തീരുമാറാകണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായ കർത്താവായി ശിവശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമേ മർത്തുമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും ഇന്ന് വിവാഹിതരായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളോടും ഇവരുടെ കുടുംബങ്ങളോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Take some punches, I'm no stranger to the fight. Spend
Spent some time down in the shadow, still adjusting to the light. I got some stories I could tell you, wear my feelings on my sleeve. Yeah, that's me. Like the edge of a knife, like the break of the sun, like the part of the song when the chills come. On the edge of my seat, like a break in the clouds, like the part of the movie when it goes down. Some call it foolish, I call it faith. I can't see the future, I don't know what's up ahead. Can't see around the corner, I don't know what's coming next. I don't have all the answers, but I know it's not the end. All I know is this: the best is yet to come. I've been rolling with the thunder, I'm no stranger to surprise. The storm that tried to pull me under led me closer to the light. I got some scars that I could show you, but I'm fighting to believe. Yeah, that's me. Like the edge of a knife, like the break of the sun, like the part of the song when the chills come. On the edge of my seat, like a break in the clouds, like the part of the movie when it goes down. Some call it foolish, I call it faith. I can't see the future, I don't know what's up ahead. Can't see around the corner, I don't know what's coming next. I don't have all the answers, but I know it's not the end. All I know is this: the best is yet to come. The best is yet to come. 'Cause I know you're not done. The best is yet to come. All I know is, I know you're not done. The best is yet to come. All I know is, I know you're not done. 'Cause I know you're not done. All I know is, I know you're not done. The best is yet to come. Like I know is, I know you're not done. When the chills come, all I know is, I know you're not done. When it goes down, like I know is, I know you're not done. The best is yet to come. I can't see the future, I don't know what's up ahead. Can't see around the corner, I don't know what's coming next. I don't have all the answers, but I know it's not the end. All I know is this: the best Take a is moment to introduce this wonderful couple to you all. Anne, the bride, has completed her BDS from KLE Dental College and her MDS from Rajarajeshwari Dental College. She is now a successful gum specialist in Bangalore. And Paul, the groom, has completed his bachelor's from NIT Calicut and his master's from BITS Pilani. He is now working as a robotics engineer at Airbus in Bangalore. Together, they make a perfect pair. And today, we are here to celebrate their love, their journey, and their beautiful future ahead of them. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചുകൊണ്ട് ഇനി ഇവിടെ വലിയ ചടങ്ങുകളൊന്നുമില്ല. ഈ പ്രിയപ്പെട്ട മക്കൾ ചേർന്നിട്ട് ഈ അവരുടെ പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമെന്ന് തന്നെ വെളിപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ ആ ദിവ്യപ്രകാശത്തിൽ ഈ ദീപം ഈ പ്രിയപ്പെട്ട മക്കൾ ചേർന്ന് തെളിയിക്കും. അതിനുശേഷം ഇവരുടെ ജീവിതം മധുരമുള്ളതായി തീരാൻ ഇന്ന് ഇവിടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ മധുരം നുണയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ മധുരമായി അവരുടെ ജീവിതം മാറാനും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ കൂടിയിരിക്കുന്നതും ഇവിടെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് ആശംസകൾ നേരാനുമല്ലേ. നമുക്കിനി അതിനേക്കാൾ അപ്പുറമായി എന്തോ ഉള്ളത്? ഇവിടെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കത് സെക്കൻഡറിയാണ്. നമുക്ക് പ്രൈമറി എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ജീവിതത്തിൽ ആശംസകൾ നേരാം. ഒരു പുതിയ ജേണി അവരാരംഭിക്കുമ്പോൾ ആ ജേണി ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരാൻ, ഏറ്റവും നന്മയുള്ളതായി തീരാൻ, കാണുന്നവർക്ക് ഈ മക്കളുമായി അടുക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ സന്തോഷം പകരാൻ
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലല്ലേ അത് മറ്റൊരാളിലേക്ക് പകരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ ആ സന്തോഷം ഉണ്ടാകാൻ, അത് പകരാനുമൊക്കെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ പ്രിയപ്പെട്ട മക്കൾ ചേർന്ന് ഈ ദീപം തെളിയിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട സാബുവച്ചൻ ആ കേക്ക് ബ്ലെസ് ചെയ്ത് കഴിയുമ്പോൾ ആ കേക്കും ബ്ലെസ് ചെയ്യും. ഓക്കെ, പ്ലീസ്. When you're out in the open and you're tired of hoping, I'll be there in a moment, I'll be by your side. When you're scared and you're lonely and there's no one to hold you, I just want you to know that I'll be by your side. You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. കർത്താവിന്റെ കൃപയാൽ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആഹാരത്തെയും ഇതിന്റെ മനോഗുണത്തെയും ഓർക്കുകയും സ്തുതിക്കുകയും ഒന്നിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. Be my saving grace, won't you? Be my saving grace. When my heart's getting older and my body is breaking down, in my head, yeah, I know that I'll be by your side. I don't know about the future, no one knows what the future holds. All I know is I know that I'm giving you my life. You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. When you're lost and losing faith, I will be your saving grace. Be my saving grace, won't you? Be my saving grace, won't you? Be my saving grace, won't you? Be my saving grace. You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. When you're lost and losing faith, I will be your saving grace. Be my saving grace, won't you? Be my saving grace, won't you? Be my saving grace, won't you? Be my saving grace. മതിഭ്രമദായനി പരിമളഗാത്രേ കലമലതറിയാം പെണ്ണെ തപ്പിൽ കൊട്ടുന്നോ പിന്നെ കോലിൽ കൊട്ടുന്നോ നിന്നെ നെഞ്ചിൽ കൊട്ടുന്നോ ഇരുമേതകത്തെ താളം തമ്മിൽ കൊള്ളാനായി പെണ്ണെ ആൺമേ കൊണ്ടോനാമണ്ണം ഇന്നും കൊണ്ടോനാ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തീമിനാടെ കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളിവളാരോ
തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളിവളാരോ അമ്പാടി കണിമുത്തേ പൂക്കണിമുത്തേ മിണ്ടിപ്പോയാലെന്തേ കോപം മറന്നുവോ തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളിവളാരോ മന്ദാരമേ ചെല്ല ചെന്താമരേ നീ ഇന്നാകെ ചന്തം ചൂടിയോ താനെ തലോടണ പാട്ടിന്റെ ഈണം മൂളാതെ മൂളുന്നുണ്ടോ മാനസം ഉള്ളിന്റെ ഉള്ളിൽ നിന്നാൻ വെള്ളാരത്താരങ്ങളെ ആകാശച്ചട്ടിൽ നിന്നും നീ വാരിയോ ആരോടും മിണ്ടാതൊന്നും നേരായി ചൊല്ലാമെന്നും ഓരോരോ കിന്നാരങ്ങൾ നീ പാടിയോ മന്ദാരമേ ചെല്ല ചെന്താമരേ നീ ഒന്നാടിയോ മഞ്ഞിൽ മൂടുന്ന രാവിൽ ഇന്നോളം ഈ അല്ലിത്തീൻ ചുണ്ടിലാരും തന്നിലയോ മുത്തം സമ്മാനമായി ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം തകിലടിയോ നിറപടിയോ മധുരവിടെ വിളിയറിയോ നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ നമ്മുടെ ചെക്കന്റെ കല്യാണം ഇടുവാണടാ ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം Woke up from a long night, hoping for the sunlight. Just another cloudy day. Stressing on the inside, fighting all the same lies. Can't put on your happy face. No, you can't fake it. Heart is breaking, shame is trying to take you down. This overthinking boat is sinking. Wish someone could pull you out. This is not the end of the story. You're gonna see the light in the morning. You need to know you're not alone. No, you are never too far gone. Our God redeems. I'm living proof that He's gonna love you through it all. Oh, through it all. He's gonna love you through it all. Oh, through it all. Broken by the rumors, tripping about the future. All you wanna do is hide. Waves of the tension coming with a vengeance, crashing on every side. No, you can't fake it, hard to face it. Fear is trying to take you down. This overthinking boat is sinking. Wish someone would pull you out. This is not the end of the story. You're gonna see the light in the morning. You need to know you're not alone. No, you are never too far gone. Our God redeems. I'm living proof that He's gonna love you through it all. Oh, through it all. He's gonna love you through it all. Oh, through it all. At the end of your rope, when you're losing your hope and you're barely
പോലെ ഞങ്ങളുടെ വ്യത്യാസങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഗ്ലാമറിലിരിക്കുന്നത് ഞാൻ ഇഷ്ടമാണ്. Sneak away. There is no time to waste. Find a space and make it a home. Holding on to one another, intertwine the threads to hold. Through it all, we'll have each other, driving steady as we go. Carve your name into my everyday. Set the pace, you won't be alone. Every memory will uncover, every story will unfold. Through it all, we'll have each other, driving steady as we go. Actually, why did you fall for Paul? കാരണം പുള്ളിക്കാരൻ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഭയങ്കര ഒരു കമ്പൽഷൻ ഇല്ല, ഒരു കാര്യത്തിനും കമ്പൽഷൻ ഇല്ല. ഐ ക്യാൻ ചൂസ്, എനിക്കിത് വേണോ വേണ്ടയോ അത് പുള്ളിക്കാരൻ അഭിപ്രായം പറയും, അല്ലാതെ ഒരു കമ്പൽഷൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പിന്നെ ആൾ ഭയങ്കര സോഫ്റ്റ് നേച്ചറാണ്, നല്ല സോഫ്റ്റ് നേച്ചറാണ്. ഒരിക്കലും നമ്മൾ തമ്മിൽ ഇത്രയും സംസാരത്തിനിടയിൽ ഒരു സമയം വരെ വോയിസ് റേസ് ചെയ്തിട്ടോ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എല്ലാ സമയവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംസാരമാണ്. എനിക്ക് അങ്ങനത്തെ ഒരാളെയാണ് ഇഷ്ടം. പിന്നെ ഭയങ്കര കൺസിഡറേറ്റീവ് ആണ് പുള്ളിക്കാരൻ എല്ലാ കാര്യത്തിലും. Carried away like we wanted all the way home. ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരല്ല. അത് പുള്ളിക്കാരി തന്നെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ റൊമാൻസ് ആയിപ്പോൾ. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ അയ്യോ ചക്കരമുത്ത് അങ്ങനെ ഒരുപാട് നമ്മൾ സംസാരിക്കാറില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു ബോണ്ട് നമുക്ക് ഓൾറെഡി ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ എന്താ പറയുക, എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ ട്രാവലോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ എന്താ പറയുക, പുള്ളിക്കാരി പറയും ഇത് വിളിച്ചില്ലല്ലോ, സംസാരിച്ചു ഇവിടെ, എനിക്കൊരു സമയം തന്നു ഇവിടെ എന്നൊക്കെ ചോദിക്കാറ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു റൊമാൻസ്. കുറച്ചും കൂടെയും എന്താ പറയുക, ഡീപ്പ് റൂട്ടഡ് റൊമാൻസ് ആണ്. പുറത്ത് എന്താ പറയുക, ഒരു ഫ്ലേർട്ടിഷ് ടൈപ്പ് റൊമാൻസ് ആയിരുന്നില്ല. Carve your name into my everyday. Set the pace. ആദ്യത്തെ ദിവസം തൊട്ട് നമ്മളോട് ഈ കാര്യം പറയുമ്പോൾ തന്നെ ചേട്ടനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞത്
വളരെ കെയറിങ് ആണ്, നന്നായിട്ട് അവളെ നോക്കുന്നുണ്ട്, അവളുടെ എല്ലാ ആഗ്രഹങ്ങളും വാല്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. അങ്ങനെ തന്നെ ലൈഫ് ലോങ് മുന്നോട്ട് പോട്ടെ, ഹാപ്പിയായി തന്നെ ഇരിക്കട്ടെ. ഇന്ന് അവൾ അത്ര ഹാപ്പി ആയിട്ട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. കഫേയിൽ വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ 1 മണിക്കൂർ മീറ്റ് ചെയ്യാനാണ് പോയത്. പക്ഷേ നമ്മൾ ആ കഫേയിൽ മിനിമം ഒരു 4 മണിക്കൂർ ഇരുന്നാണ്. 4 ചായ കുടിച്ച് 4 മണിക്കൂർ. എനിക്ക് ഈവനിങ് നല്ല ഓർമ്മയുണ്ട്. നല്ല ഒരു എനിക്ക് തോന്നുന്നു ഈവനിങ് 4-നാണ് മീറ്റ് ചെയ്തത്. അപ്പം അതൊരു 8-9 വരെ പോയി വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്. ആ ഒരു 5 hours സംസാരിക്കാനുള്ള ടോപ്പിക്സ് നമുക്ക് 2 പേർക്കുണ്ടായിരുന്നു. എന്തെങ്കിലും കുറിച്ച് പിന്നെ ഒരു വേർഡ് കൊടുത്താൽ മതി, പുള്ളിക്കാരൻ കണ്ടിന്യൂ ചെയ്തോളും. സോ എനിക്കൊരിക്കലും അങ്ങനെ ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ എനിക്ക് ഒരു ഡിഫിക്കൽട്ടിയും ഇത്രയും കാലം ഞാനൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് സ്പാർക്ക്. I love you from the bottom of my heart. I would like to spend time with you or grow old with you. You're such a good human being. Be the same. And I love that naive nature of you, innocence. That is there too much. And I can't ask for more. Thank you. Love you. കുളിരിൽ തൂവരുതേ അഴകേ നീ എൻ്റെ കിനാവിൻ മുത്തുപൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂളിയെത്തുമെൻ വിരഹവേനലിൽ നൊമ്പരം.